അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഹാമിൽട്ടോണിയൻ പാത്തും ഹാമിൽട്ടോണിയൻ സർക്യൂട്ടും ഹാമിൽട്ടോണിയൻ ഗ്രാഫിനെയൊക്കെ കുറിച്ച് പറഞ്ഞല്ലേ. ഇനി അതിൻ്റെ ഒരു തിയറമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. അപ്പോൾ ഈ തിയറം പറയുന്നത് ഒരു കംപ്ലീറ്റ് ഗ്രാഫ് കെ എൻ, അതിൽ n ≥ 3 വരുന്ന എല്ലാ ഗ്രാഫും ഹാമിൽട്ടോണിയൻ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ n ≥ 3 എന്നാണ് പറയുന്നത്. അപ്പോൾ 3നെക്കാട്ടി വലിയ നമ്പർ ആയിരിക്കണം. അത് എന്താണെന്ന് പറയുന്നുണ്ട്, ഓടാണെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഏതൊക്കെ വരാം? 3 വരാം, 5 വരാം, 7, അങ്ങനത്തെ നമ്പേഴ്സ് ആയിരിക്കും എടുക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ n5 എടുക്കുമെന്ന് വെച്ചോ. എന്നിപ്പം ഞാൻ 5 എടുക്കുകയാണെങ്കിൽ 5 - 1/2 എത്രയാണ്? 4/2 = 2 എഡ്ജ് ഡിസ്റ്റോയിൻ്റ് ഹാമിൽട്ടോണിയൻ സൈക്കിൾസ് അതിൽ കാണും. പ്രൂഫ് നോക്കിക്കേ. അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന കാര്യം എഴുതാം അല്ലേ. ഈ കംപ്ലീറ്റ് ഗ്രാഫ് കെ അതിന് n × n - 1/2 എഡ്ജസ് ആണെന്ന് നമുക്കറിയാം. ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ഗ്രാഫിന് n × n - 1/2 എഡ്ജസ് ആണ്. അതുപോലെ എടുത്ത് എഴുതിയിട്ട് പിന്നെ എന്തോ പറയുന്നത് നോക്കിക്കേ. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് G, അതിന് എത്ര എഡ്ജസ് ഉണ്ടെന്നാണ് പറയുന്നത്? n എഡ്ജസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതിൽ പറയുന്നുണ്ടല്ലേ n എന്ന് പറയുന്നത് ≥ 3 ആണ്. അത് ഞാനൊരു അസംഷനായിട്ട് എഴുതുക. എങ്ങനെ എഴുതാം? അപ്പോൾ ഞാനത് എഴുതി, അതായത് അസ്യൂം ചെയ്യുക. ഞാൻ n എന്ന് പറയുന്നത് ≥ 3, അത് ഓഡാണ്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടി? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അസംഷനായിട്ട് എടുത്തു. അപ്പോൾ ഞാനിപ്പം നമ്മുടെ n എന്ന് പറയുന്നത് എത്ര ആയിട്ട് എടുക്കുക? n എന്ന് പറയുന്നത് 9 ആയിട്ട് എടുക്കുക. n 9 ആവുമ്പം അതിൽ എത്ര വെർട്ടക്സ് കാണും? 1 2 3 4 5 6 7 8 9 കാണും അല്ലേ. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടില്ലേ റൗണ്ട് ടേബിൾ പ്രോബ്ലം എന്ന് പറഞ്ഞ്? എനിക്ക് തോന്നുന്നു നിങ്ങൾ S3 പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ റൗണ്ട് ടേബിൾ പ്രോബ്ലം. ആ ഒരു കൺസെപ്റ്റ് ഞാനിവിടെ കൊണ്ടുവരാം. ഇപ്പോൾ ഞാനിവിടെ ഒരു സർക്കിൾ എടുത്തു. ഇനി ഈ സർക്കിളിൻ്റെ ചുറ്റും എനിക്ക് ആൾക്കാരെ ഇരുത്തണം. അതിൽ ഞാൻ ഫസ്റ്റ് ആളെ ഉണ്ടല്ലോ, ഫസ്റ്റ് ആരാ? 1 അല്ലേ. ഈ 1 ഞാൻ എന്താണ് ഇവിടെ സെൻറ്ററിൽ പ്ലേസ് ചെയ്തു. ഈ ബാക്കി വരുന്ന 8 പേരില്ലേ, 2 3 4 up to 9, ഇവരെ ഞാൻ എന്ത് ചെയ്യണം? ഈ സർക്കിളിൻ്റെ ചുറ്റും എനിക്ക് ഇരുത്തണം. ഇനി നമ്മുടെ സർക്കിളിൻ്റെ ആംഗിൾ എത്രയാണ്? ആംഗിൾ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി ആണല്ലേ. അപ്പോൾ നമുക്കിവിടെ 8 പേരെയല്ലേ ഇരുത്തണം. അപ്പോൾ ഞാൻ 360/8 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 45 ഡിഗ്രി കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഈ നമ്പേഴ്സിനെ ഞാൻ എങ്ങനെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്? 45 ഡിഗ്രി വരുന്നതിൽ ചെയർ ഇട്ടിട്ടായിരിക്കും ഞാൻ ഈ ടേബിളിന് ചുറ്റും ഈ നമ്പേഴ്സിനെ ഇരുത്താൻ പോകുന്നത്. എനിക്കൊരു സർക്കിൾ എടുക്കുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെ 90 ആണെന്ന് എനിക്കറിയാമല്ലേ. ഇത് 180, ഇവിടെ 270, ഇത് കറങ്ങി ഫുൾ എത്തുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ 360 കിട്ടും അല്ലേ. അപ്പം ഈ നമ്മുടെ 45 ഡിഗ്രി എന്ന് പറയുന്നത് ഈ 90യുടെ ഇടയിലൊരു പ്ലേസിലാണെന്നറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ സപ്പോസ് വിചാരിക്കും ഇപ്പോൾ 45 ഡിഗ്രി ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാത്തിൻ്റെയും 45. അപ്പോൾ ഇവിടെയാണ് 45, ഇവിടെ 45, ഇവിടെ 45. അപ്പോൾ ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്ത പ്ലേസസ് ഇല്ലേ, അവിടെ എനിക്ക് ഈ ബാക്കിയുള്ളവരെ ഇരുത്താം. 6 ഓർഡറിൽ ഞാൻ ഈ നമ്പേഴ്സിനെ പ്ലേസ് ചെയ്യുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ഈവൻ നമ്പേഴ്സ് ഇല്ലേ, ഈവൻ നമ്പേഴ്സ് എല്ലാം ഈ സർക്കിളിൻ്റെ ഈ ലോവർ പാർട്ടിൽ വരുന്ന പോലെയും, അതേപോലെ ഓഡ് നമ്പേഴ്സ് എല്ലാം ഈ അപ്പർ പോർഷനിൽ വരുന്ന പോലെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 1 ഇവിടെ മാർക്ക് ചെയ്തു, 2 ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുക, 2 കേട്ടോ, 2 ഇവിടെ പ്ലേസ് ചെയ്തു. ഇനി 3 അല്ലേ, 3നെ ഞാൻ ഇവിടെ കൊടുത്തു, 4 ഞാൻ ഇവിടെ കൊടുക്കുക, 5നെ ഞാൻ ഇവിടെ കൊടുത്തു, 6നെ ഞാൻ ഇവിടെ കൊടുത്തു, 7നെ ഞാൻ ഇവിടെ കൊടുത്തു, 8നെ ഇവിടെ കൊടുത്തു, 9 ഇവിടെ വന്നു അല്ലേ. ഇനി നോക്കിക്കേ, ഇതിനെല്ലാം ഞാൻ ജോയിൻ ചെയ്യും. ഇവിടെ 2 അല്ലേ. അപ്പോൾ 1ൽ നിന്ന് 2ൽ നിന്ന് ഞാൻ നേരെ 3 പോയി, 3ൽ നിന്ന് 4ൽ, 4ൽ നിന്ന് 5ൽ, 5ൽ നിന്ന് 6ൽ, 6ൽ നിന്ന് 7ൽ, 7ൽ നിന്ന് 8ൽ, 8ൽ നിന്ന് 9 വന്നു. പിന്നെ വീണ്ടും ഞാൻ ദാണ്ടെ 1ലെത്തി. അപ്പോൾ എല്ലാവരെയും ഞാൻ പ്ലേസ് ചെയ്തു അല്ലേ. ഇങ്ങനെ ഒരു ഓർഡറിൽ പ്ലേസ് ചെയ്താൽ മതി നമ്പേഴ്സിനെ. 2 ഇവിടെ വന്നു, 3 4 ഇവിടെ, 5 ഇവിടെ, 6 ഇവിടെ, 7 ഇവിടെ, 8, അങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പം ഞാൻ പ്ലേസ് ചെയ്ത സീക്വൻസ് ഞാനൊന്ന് എഴുതും. അപ്പോൾ ഞാൻ എങ്ങനെ പ്ലേസ് ചെയ്യാം? 1, അത് കഴിഞ്ഞ് 2, പിന്നെ 3 കഴിഞ്ഞ് 4 കഴിഞ്ഞ് 5, പിന്നെ 6 7 8 9, പിന്നെ 1ലെത്തിയില്ലേ 1. അപ്പോൾ ഇതാണ് ഈ ഫിഗറിൻ്റെ സീക്വൻസ്. ഞാനിവിടെ എന്തോ എഴുതിയേക്കുന്നത്? ഈ 1 2 3 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേക്കുന്നതൊക്കെ എന്താണ്? എൻ്റെ വെർട്ടെക്സ് ആണ്. ആ വെർട്ടെക്സിൻ്റെയൊക്കെ ഓർഡറാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഞാനിപ്പോൾ 9 പേരെ എടുത്തുകൊണ്ട് ഒരാളെ നടുക്കിരുത്തി, ബാക്കി 8 പേരെ ഞാൻ എന്തോ ചുറ്റും എഴുതി. ഇപ്പം ഞാനൊരു 7 പേരെ എടുക്കുമായിരുന്നു വെച്ചോ, 7 അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5 പേരെ എടുക്കുമായിരുന്നെങ്കിൽ ഒരാളെ ഞാൻ നടുക്കിരുത്തും. 5 പേരെ എടുക്കുന്നെങ്കിൽ ഒരാളെ നടുക്കിരുത്തിയിട്ട് ബാക്കി 4 പേരെ ചുറ്റും ഇരുത്തണം. അപ്പോൾ നിങ്ങൾക്കൊരു വലിയ നമ്പർ എടുത്ത് വെച്ച് കാണിക്കാൻ തരും. ഇപ്പം ഞാൻ 9 വെച്ച് കാണിച്ചാൽ പിന്നെ അതിന് താഴോട്ടുള്ള നമ്പേഴ്സൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സീക്വൻസ് കിട്ടി. ഇനി സെക്കൻഡ് ഡേയും ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. അതായത് ഇതിനെ എനിക്ക് പിന്നെ ഇതേപോലെ ചേർത്ത് പ്ലേസ് ചെയ്യണം. സെക്കൻഡ് ഡേ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? 45 ഡിഗ്രി അല്ലേ കിട്ടിയേക്കുന്നത്. സെക്കൻഡ് ഡേ വരുമ്പോഴത്തേക്ക് ഈ ഓരോ വെർട്ടെക്സും 45 ഡിഗ്രി ഇപ്പോൾ 2 ഇവിടെ അല്ലേ ഇരിക്കുന്നത്, 2 45 ഡിഗ്രി പോകും. അതായത് ഈ 2 ഇപ്പോൾ 3 ഇരിക്കുന്ന പൊസിഷനിൽ 2 വരും, ഇവിടെ അപ്പോൾ 3 വരും, ഇവിടെ 5 വരും. അതായത് ഒരു പ്ലേസ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. ഈ ഫിഗറിൽ നോക്കിക്കേ, ഇപ്പോൾ ഇവിടെയാണ് എൻ്റെ 2 ഇരിക്കുന്നതല്ലേ. ഈ ഫിഗറിൽ വരുമ്പോൾ ഇത് 45 ഡിഗ്രി മാറി 2 എവിടെ വരും? ഇവിടെ വരും. 3 ഇവിടെ പോവും, ഇവിടെ 5 വരും, ഇവിടെ 7 വരും, ഇവിടെ 9 വരും, ഇവിടെ 8 വരും, 6 വരും, ഇവിടെ 4 വരും. 1ന് മാറ്റമൊന്നുമില്ല, 1 സെൻറ്ററിൽ തന്നെ. അപ്പോൾ നമ്മുടെ സീക്വൻസ് ഇപ്പോൾ മാറിയില്ല. ഇപ്പോൾ സീക്വൻസ് എങ്ങനെയാവും? 1ൽ നിന്ന് 4ലാണ് പോയേക്കുന്നത്, 4ൽ നിന്ന് 2, 2ൽ നിന്ന് 6ൽ പോയി, 6ൽ നിന്ന് 3ൽ പോയി, 3ൽ നിന്ന് 8ൽ പോയി, 8ൽ നിന്ന് 5ൽ പോയി, 5ൽ നിന്ന് 9ൽ പോയി, 9ൽ നിന്ന് 7 വന്നു, പിന്നെ തിരിച്ച് 1. അപ്പോൾ നമ്മുടെ സീക്വൻസ് എങ്ങനെയായി മാറി? 1 4 2 6 3 8 5 9 7 1. ഇങ്ങനെ ആയല്ലേ നമ്മുടെ സീക്വൻസ്. ഫസ്റ്റ് സീക്വൻസ് ഇതായിരുന്നു, 1 2 3 4 5 എന്ന് പറഞ്ഞൊരു ഓർഡറിൽ പോയി. സെക്കൻഡ് സീക്വൻസ് വന്നപ്പോൾ ഓരോ നമ്പറും ഒരു 45 ഡിഗ്രി വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ കിട്ടിയ സീക്വൻസുകൾ ഞാൻ മാറ്റി ഒന്നുകൂടെ ഇങ്ങോട്ടേക്ക് എഴുതുവാണ്. ഇപ്പോൾ 1 2 3 4 5 6 7 8 9 1 ആയിരുന്നു എനിക്ക് ഫസ്റ്റ് കിട്ടിയ സീക്വൻസ്. സെക്കൻഡ് എനിക്ക് എന്താ കിട്ടിയത്? 1 4 2 6 3 8 5 9 7 1 അല്ലേ. ഈ രണ്ട് സീക്വൻസ് നോക്കിക്കേ, ഇത് തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ? ഒന്നുമില്ലല്ലേ. രണ്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. ഫസ്റ്റ് ഡേയുടെ നിങ്ങൾക്ക് കിട്ടി. സെക്കൻഡ് ഡേ വന്നപ്പോൾ എന്താണ്? 2 × 360/8. അതായത് ഈ പൊസിഷനിൽ ഇരുന്ന ആൾ ഈ പൊസിഷനിലോട്ടൊന്ന് ഷിഫ്റ്റായി അല്ലേ. അടുത്തത് മൂന്നാമത്തെ ദിവസം എന്താവും? 3 × 360/8 ആണ്. അതായത് ഇപ്പോൾ ഇവിടെ 2, ഈ ഫസ്റ്റ് ഫിഗറിൽ നോക്കിക്കേ 2 ഇവിടെ ആണല്ലേ ഇരിക്കുന്നത്. അപ്പോൾ തേർഡ് ഫിഗർ ആകുമ്പോഴത്തേക്ക് ഈ 2 എന്ത് ചെയ്യും? ഇവിടെ പോകും. അതായത് 2 പ്ലേസ് കഴിഞ്ഞിട്ട് പോകും. ഇവിടെ ഒരു പ്ലേസ് അല്ലേ, ആദ്യം ഇവിടെ 2 ആയിരുന്നു, ഈ 2 ഈ പ്ലേസിൽ പോയി, ഈ 3 ഇവിടെ പോയി. ഈ കേസിൽ എന്ത് പറ്റും? ഇവിടെ ഇരിക്കുന്ന 2 ഇവിടെ പോകും, ഈ 3 ഇവിടെ പോകും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഈ ഫിഗർ വെച്ച് നമുക്ക് എഴുതിയാലും മതി. ഈ ഫിഗറിൽ 4 അല്ലേ ഇവിടെ ഇരിക്കുന്നത്, ഈ 4 ഇങ്ങോട്ടേക്ക് വെച്ചാൽ മതി. 4 ഇപ്പോൾ ഇവിടെ വന്നു, 2 ഇവിടെ പോയി, 3 ഇവിടെ വന്നു, 5 ഇവിടെ വന്നു, ഈ 7 ഇങ്ങോട്ട് അല്ലേ, 7 ഇങ്ങോട്ട് പോവും, 9 വന്നു, 8 വന്നു, 6 വന്നു. എല്ലാവരും വന്നില്ലേ? നടുക്കൊരാളുണ്ട്, ആരാ? 1 അല്ലേ. ഇന്ന് നോക്കിയേ, 1ൽ നിന്ന് 6ൽ പോയി, 6ൽ നിന്ന് 4, 4ൽ നിന്ന് 8, 8ൽ നിന്ന് 2, അവിടുന്ന് 9, പിന്നെ 3 7 5, തിരിച്ച് പിന്നെയും 1ലോട്ട് തന്നെ വന്നു അല്ലേ. അപ്പോൾ ആ സീക്വൻസ് നമുക്ക് എഴുതിയാലോ? ഞാൻ സീക്വൻസ് എല്ലാം ഇങ്ങോട്ടേക്ക് എഴുതാവേ. അപ്പോൾ സീക്വൻസ് എന്താണ്? 1ൽ നിന്ന് 6ൽ പോയി, അപ്പോൾ 1ൽ നിന്ന് 6ൽ പോയി, 6ൽ നിന്ന് 4, 4ൽ നിന്ന് 8, 8ൽ നിന്ന് 2, 2ൽ നിന്ന് എവിടെ പോയി നമുക്ക്? 2ൽ നിന്ന് 9ൽ പോയി, 9ൽ നിന്ന് 3, 3ൽ നിന്ന് പിന്നെ 7, പിന്നെ 5 വന്നു, ലാസ്റ്റ് 1ലോട്ട് വന്നു. ഇനി ഈ 3 ഇത് നോക്കിക്കേ, 3 സീക്വൻസിൽ എന്തെങ്കിലും സെയിം ഉണ്ടോ? ഇല്ലല്ലേ, എല്ലാം ഡിഫറെൻ്റ് തന്നെ അല്ലേ. ഓക്കെ, അങ്ങനെ ഡേ 3 കഴിഞ്ഞു. അടുത്ത ഡേ 4ൽ നോക്കിക്കേ. ഡേ 4ലും ഇത് തന്നെ സംഭവം. എന്താണ്? അപ്പോൾ 4 ഇവിടെ അല്ലേ ഇരിക്കുന്നത്, ഒരു പ്ലേസ് ഷിഫ്റ്റ് ആവും. 4 അപ്പോൾ ഇവിടെ വരും, ഇവിടെ എന്താവും? ഇവിടെ 2 ആവും, 3 ഇവിടെ വരും, 5 ഇവിടെ വരും, 7 ഇവിടെ വരും, 9 ഇവിടെ വരും, 8 ഇവിടെ വരും, 6 ഇവിടെ വരും, ഇവിടെ 1. 1ൽ നിന്ന് 8ൽ പോയി, 8ൽ നിന്ന് 6, 6ൽ നിന്ന് 9, 9ൽ നിന്ന് 4, 4ൽ നിന്ന് 7, 7ൽ നിന്ന് 2, 2ൽ നിന്ന് 5, 5ൽ നിന്ന് 3, തിരിച്ച് പിന്നെ എങ്ങോട്ട് തന്നെ വന്നു? 1ലോട്ട് തന്നെ വന്നു. ഇനി അടുത്ത ഡേ 5. ഡേ 5ലെ ഞാൻ ദാണ്ട് ഈ ഫിഗറിൽ തന്നെ കാണിക്കും. ഇതൊന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതിയല്ലോ. ഇപ്പോൾ ഇവിടെ 9 അല്ലേ, ഈ 9 ഇവിടെ പോവും, ഇവിടെ 8 വരും, ഇവിടെ 6 വരും, ഇവിടെ 4 വരും, ഇവിടെ 2 വരും, ഇവിടെ 3 വരും, ഇവിടെ 5 വരും, ഇവിടെ 7 വരും. കണ്ടോ? ഷിഫ്റ്റായ ഓരോ പ്ലേസ്. അപ്പോൾ എങ്ങനെ ആയിരിക്കും നമ്മുടെ സീക്വൻസ് വരുന്നത്? സീക്വൻസ് എങ്ങനെ ആയിരിക്കും? 1 9 8 7 6 5 4 3 2 1 എന്ന് പറഞ്ഞ് നമുക്ക് സീക്വൻസ് കിട്ടും. നമ്മൾ ആദ്യം എഴുതിയ 4 സീക്വൻസ് നോക്കിയാടാ.
അതിനെന്താ ഒരു പ്രത്യേകത? 4 ഡിഫറെൻ്റ് ആയിരുന്നല്ലേ? ഫസ്റ്റത്തെ നമ്പർ മാത്രമേ സെയിം ഉള്ളായിരുന്നല്ലേ? 1 ലാസ്റ്റ് 1 ഈ ഒരു സിമിലാരിറ്റി മാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയുള്ള വെർട്ടെക്സും കാര്യങ്ങളൊക്കെ സെയിം ആയിരുന്നു. നമ്മൾ ഈ ലാസ്റ്റ് എഴുതിയേക്കുന്നത് കണ്ടോ, ഈ 5ാമത് എഴുതിയേക്കുന്നത് നമ്മുടെ ഫസ്റ്റത്തെ നോക്കിയേ 1 2 3 4 5 6 7 8 9 1 എന്നാണല്ലേ വന്നേക്കുന്നത്. അതിന് നേരെ തിരിച്ചെഴുതിയേക്കുമല്ലേ ഇവിടുന്ന് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? സെയിം ആണെന്ന് എനിക്ക് പറയാം. ഇതിൻ്റെ നേരെ റിവേഴ്സ് ഓർഡറിൽ കിടക്കുന്നതേ ഉള്ളൂ. പക്ഷെ എന്താണ്, ഇവർ രണ്ടുപേരും എന്താ ഐസോമോർഫിക് ആയിരിക്കും കേട്ടോ. ഈ ഫസ്റ്റത്തെ ഇതും ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്നത് ഇത് രണ്ടും ഐസോമോർഫിക് ആയിരിക്കും. അതായത് ഇപ്പം ഞാൻ എന്താണ്ട് അടുത്തത് എടുക്കുക, അടുത്ത ഷിഫ്റ്റ് ചെയ്യുകയെന്ന് വെച്ചോ. അടുത്ത ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇപ്പോൾ ഇവിടെ 9, ഈ 9 ഇവിടെ പോവും, ഇവിടെ 8 വരും, ഇവിടെ 6 വരും, ഇവിടെ 4, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 5, ഇവിടെ 7 വരും. അപ്പോഴത്തേക്ക് ഈ കിട്ടുന്നില്ലേ, ഈ രണ്ടാമത് കിട്ടിയ അതേ സെയിം ആയിരിക്കും എനിക്ക് അടുത്ത് കിട്ടാൻ പോകുന്ന സീക്വൻസ്. നമ്മളെടുത്ത ഈ ഫിഗറിൽ മൊത്തം 9 വെർട്ടസസ് ഉണ്ടായിരുന്നല്ലേ. അപ്പം 9 - ഒരാളെ നടുക്ക് നിർത്തി, എന്നിട്ട് ബാക്കിയുള്ളവരെ നമ്മൾ ചുറ്റി. ഇപ്പം 9 - 1/2, അതായത് 8/2 = 4. അതായത് 4 എഡ്ജ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസേ കാണത്തുള്ളൂ. ബാക്കി അതിൻ്റെ റിപ്പറ്റീഷൻ ആയിരിക്കും വരുന്നത്. നോക്കിക്കേ, ഇവിടെ നോക്കിയേ കണ്ടോ, ആദ്യത്തെ 4 മാത്രമേ ഡിഫറൻറ്റ് വന്നിട്ടുള്ളൂ. ഇനി ബാക്കി അങ്ങോട്ട് വരുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ സെയിം തന്നെയായിരിക്കും വരുന്നത്. റിവേഴ്സ് ഓർഡറിലൊക്കെ കാണുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്താണ്? എക്സാമ്പിളാണ്. നമുക്കിങ്ങനെ എക്സാമ്പിളായിട്ടല്ല എഴുതേണ്ടത്, നമുക്ക് എന്താണ് ജനറൽ ഫോമിൽ എഴുതണം. അപ്പം നമുക്ക് തിയറത്തിൽ അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇനി തിയറം നോക്കിക്കേ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ, ഏതാണ്ട് ഈ ഫിഗറിൽ നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ തിയറത്തിൽ എഴുതുന്നത്. ആദ്യം എന്താണ്, വെർട്ടിസസിനെ V1 V2 V3 അപ് ടു Vn ആക്കി എടുത്തു. അതായത് നമ്മളിവിടെ 1 2 3 4 എന്ന് പറഞ്ഞിട്ടല്ലേ എടുത്തേക്കുന്നത്. അതിനെ ഞാൻ എന്തായിട്ട് എടുത്തു? V1 V2 V3 എന്ന് പറഞ്ഞ് എടുത്തു. V1 V2 V3 എന്ന് പറഞ്ഞ് വെർട്ടിസസ് എടുത്തല്ലേ. ഈ വെർട്ടിസസിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതേപോലെ അറേഞ്ച് ചെയ്യുക. എന്തിനാണ് അറേഞ്ച് ചെയ്യുന്നത്? ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഫോം ചെയ്യാനായിട്ട്. ആ സ്റ്റെപ്പാണ് അടുത്ത പറയുന്നത്. ഫോം എ സർക്യൂട്ട് H1 ഫ്രം KN സൈക്കിൾ ആസ് ഫോളോസ്. അടുത്ത പറയുക, ഒരു വെർട്ടിസസിനെ നമ്മൾ സെൻറ്ററിൽ വെക്കും അല്ലേ. അതുകൊണ്ട് ബാക്കി റിമൈനിങ് N- വെർട്ടിസസിനെയാണ് നമ്മൾ എന്താണ് ഈക്വൽ ഡിസ്റ്റൻസിലാണ്ട്. ഒരു വെർട്ടസിനെ സെൻറ്ററിൽ വെച്ചു, എന്നിട്ട് ബാക്കി റിമൈനിങ് N-1 വെർട്ടിസസിനെ നമ്മൾ എന്താണ് അതിന് ചുറ്റും വെച്ചു. പിന്നെ പറയുന്നതാണ്, ആംഗിൾ മെയ്ഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് 2 വെർട്ടിസസ് ഈസ് 360 ഡിഗ്രി ബൈ N-1 അല്ലേ. 360 ബൈ N-1 ഡിഗ്രി. അതായത് ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? അപ്പോൾ ടോട്ടൽ 360 ആണ് ഡിഗ്രി, 360 ഡിഗ്രി ആണ്. എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ 9 ആണ്. അതിൽ ഒരാളെ നമ്മൾ നടുക്ക് വെച്ചു, ബാക്കി എത്ര പേരുണ്ട് ചുറ്റും? 8. അപ്പോൾ 360 ബൈ 8 അതാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞ് നോക്കി, ദി വേർട്ടിസസ് വിത്ത് ഓഡ് സഫിക്സ് V1 V3 V5 ഒക്കെ എന്താണ് അപ്പർ ഹാഫ് സർക്കിളിലും വെച്ചു. പിന്നെ ഈവൻ സഫിക്സ് ആയ V2 V4 V6 V8 ഒക്കെ എവിടെ വെച്ചു? ലോവർ സർക്കിളിലും വെച്ചു എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തുടക്കത്തിൽ. അത് ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ 1 2 3 എന്നാണ് എടുത്തത്. അവിടെ 2 4 6 8 ഒക്കെ എന്താണ് ഈവൻ നമ്പേഴ്സ് ആണ്. അതെവിടെ വന്നേക്കുന്നത്? ലോവർ സർക്കിളിലല്ലേ. പിന്നെ നമ്മുടെ അപ്പർ സർക്കിളിൽ ആരൊക്കെയാണ് വന്നേക്കുന്നത്? ഓഡ് നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ഞാൻ പറഞ്ഞേക്കുന്നത്. അടുത്ത പറഞ്ഞേക്കുന്നത് എന്താണ്? ഡ്രോ എഡ്ജ് ഫ്രം Vi+1. ഇപ്പോൾ എൻ്റെ Vi ഇപ്പോൾ എന്താണ് ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ഫിഗർ നോക്കാം. എൻ്റെ Vi ഇപ്പോൾ 2 ആണെന്ന് വെച്ചോ. എൻ്റെ Vi 2 ആണെങ്കിൽ Vi+1 എത്ര ആയിരിക്കും? 3. 2 - 3 ഇപ്പോൾ എൻ്റെ Vi 4 ആണെങ്കിൽ Vi+1 എത്ര ആയിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ലാസ്റ്റത്തെ ഏതാണ്? 9 ആണ്. അപ്പം 9 Vi ആണെങ്കിൽ Vi+1 10 ആയിപ്പോൾ അല്ലേ. അപ്പം അങ്ങനെ വരാതിരിക്കാൻ Vn+1 = Vn. ഇതാണ് Vn എൻ്റെ. അപ്പോൾ Vn എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ലാസ്റ്റ് 9 അല്ലേ. അപ്പം Vn+1 എന്ന് പറയുന്നത് എന്തായിരിക്കും? V1 ആയിരിക്കും. അതായത് എൻ്റെ ആദ്യം ഏതാണ്? 1 ആണ്. അതെന്ന് വെച്ചാൽ 10 വരാതിരിക്കാനാണ്. ഇപ്പം ഞാൻ ഇത് Vi ആയിട്ട് എടുക്കുകയാണെങ്കിൽ Vi+1 എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഇവിടെ 10 ഇല്ലല്ലോ. അപ്പം നമ്മൾ ലാസ്റ്റത്തേനെ എന്തായിട്ട് എടുക്കണം? Vn ആയിട്ട് എടുക്കണം. അപ്പം Vn+1 എന്ന് പറയുന്നത് എന്തായിരിക്കണം? V1 ആയിരിക്കണം. അതിവിടെ പറയുന്നുണ്ട്. ഡ്രോ എഡ്ജ് ഫ്രം Vi+1 വിത്ത് Vn+1 എന്ന് പറയുന്നത് എന്താണ്? V1 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കിട്ടും. നമ്മൾ എക്സാമ്പിൾ ഇവിടെ 2 3 4 ഒക്കെ വെച്ച് നമ്മൾ എക്സാമ്പിൾ റെപ്രസെൻറ്റ് ചെയ്തു അല്ലേ. ഇനി നമ്മളിത് ജനറലി പറയുമ്പോൾ എങ്ങനെയാണ്? ഇതിവിടെ V1, ഇത് V2, ഇത് V3, ഇത് V4 അപ് ടു Vn വരെ അല്ലേ. അപ്പോൾ ഇത് Vn ആണെങ്കിൽ ഇതിന് തൊട്ട് ബാക്കിലുള്ള എന്തായിരിക്കും? Vn-1 ആയിരിക്കും. ഇത് Vn-2, ഇത് Vn-4. അപ്പം നമ്മുടെ സീക്വൻസ് എങ്ങനെ വരും? V1 V2 V3 അപ് ടു Vn V1. അത് നോക്കിക്കേ, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം അല്ലേ. അപ്പോൾ ഇതൊരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ടാണ്.
നമ്മൾ ഈ എക്സാമ്പിളിൽ കാണിച്ചില്ലേ അടുത്ത ഷിഫ്റ്റ് വരുമ്പോഴത്തേക്ക് എങ്ങനെ അടുത്ത തേർഡ് ടേബിളിൽ എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചില്ലേ, അതേ സംഭവം നമുക്ക് ഇവിടെയും കാണിക്കും. ഇപ്പം നേരത്തെ എൻ്റെ V2 ഇവിടെ ആയിരുന്നു അല്ലേ, ആ V2 ഇവിടെ പോയി, V4 ഇവിടെ വന്നു, V3 എൻ്റെ VN ഇവിടെ പോയി, VN-1 ഇത് ഇവിടെ പോയി. നമ്മൾ നേരത്തെ ഷിഫ്റ്റ് ചെയ്തതുപോലെ അത് ഷിഫ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഫിഗറിൽ ഞാൻ പറഞ്ഞു ഷിഫ്റ്റ് വരുമെന്ന്, അതേപോലെ അതിപ്പോൾ V2 ഇവിടെ ആണെങ്കിൽ ആ V2 ഇവിടെ പോകും, എന്നത് ആരാണോ അയാൾ ഇങ്ങോട്ട് വരും, അങ്ങനെ അങ്ങനെ മാറി മാറിപ്പോവും അല്ലേ. അപ്പോൾ VN നേരത്തെ ഇവിടെ ആയിരുന്നു, അപ്പോൾ VN അടുത്തതിൽ എവിടെ വരും, VN ഇവിടെ പോകും, ഇവിടെ ഇരുന്ന ആൾ ഇവിടെ വരും അല്ലേ. അങ്ങനെ ഇതേപോലെ ചേഞ്ച് സംഭവിക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ സീക്വൻസ് എന്തുമായിരിക്കും, ഒരു V1 അല്ലേ, V1 നിന്ന് V4 പോകും, V4 നിന്ന് നേരെ V2 പോയി, V2 നിന്ന് V6 അപ് ടു എന്താണ് ലാസ്റ്റ് ഞാൻ V1 തന്നെയല്ലേ വരുന്നത്, V1 അതിൻ്റെ തൊട്ട് ബാക്കിൽ VN കാണും, VN കഴിഞ്ഞിട്ട് VN-2 അങ്ങനെ എക്സെട്ര ഇങ്ങനൊരു സീക്വൻസ് നമുക്ക് കിട്ടും. നമുക്കിങ്ങനെ ഇതേപോലെ ജനറൽ എക്സാമ്പിൾ വെച്ച് കാണിച്ചാലും മതി, അല്ലെങ്കിൽ മറ്റേ എക്സാമ്പിൾ യൂസ് ആക്കിയാലും മതി. ജനറൽ എക്സാമ്പിൾ എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. ഇനി ഞാൻ പറയുക, ഇപ്പം നോ കോമൺ എഡ്ജ് ബിറ്റ്വീൻ H1 ആൻഡ് H2. ഇപ്പം ഞാൻ H1 എന്ന് പറഞ്ഞ ഒരാളെ കാണിച്ചു, ഇതിപ്പോൾ എൻ്റെ H2 ആണ്. ഇതിലെന്താണ് നോ കോമൺ എഡ്ജസ് ഒന്നും ഇല്ല. എപ്പോൾ വഴി ഇത് പോസിബിളാണ്, N-1 റൊട്ടേഷനിൽ വരെ ഇത് പോസിബിളാണ്. ആദ്യം അതായത് ഒരു ഹാഫ് പോർഷനിൽ വരെ നമുക്ക് റെപ്പറ്റീഷൻ ഒന്നും ഇല്ലാത്തത് കിട്ടുമല്ലേ, നമ്മൾ എക്സാമ്പിൾ കാണിച്ചല്ലേ. പിന്നെ ഒരു പകുതി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അതേ റെപ്പറ്റീഷനൊക്കെ ആയിരിക്കും. ഓർഡർ സെയിം ആവണമെന്നില്ല, റിവേഴ്സ് ഓർഡറിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ പിന്നെ പറയുക, ബിക്കോസ് ഓൾ വെർട്ടിസസ് ഇൻ ഹാഫ് ഓഫ് റൊട്ടേഷൻ എന്താണ് ഐസോമോർഫിക് ആണെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്, ബിക്കോസ് ഓൾ വെർട്ടിസസ് ഇൻ അപ്പർ ഹാഫ് സൈക്കിൾ വിൽ ബി ഇൻ ലോവർ ഹാഫ് സൈക്കിൾ ആൻഡ് വൈസ് വേഴ്സ. ഈ അപ്പർ ഹാഫ് സൈക്കിളിലൊക്കെ എന്തായിരുന്നു, ഇതാണ്ട് ഫസ്റ്റ് ഫിഗർ നോക്കി, ഈ അപ്പർ ഹാഫ് സൈക്കിളിലൊക്കെ ഓഡ് നമ്പേഴ്സ് ആയിരുന്നു, ഈ ലോവർ ഹാഫ് സൈക്കിളിലൊക്കെ ഈവൻ നമ്പേഴ്സ് ആയിരുന്നു. ഒരു കുറച്ച് റൊട്ടേഷൻ കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഈ അപ്പറിലുള്ളവരെല്ലാം ലോവറിലും ലോവറിലുള്ളവരെല്ലാം അപ്പറിലും വരും. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയും, ഇത് ഐസോമോർഫിക് ആണെന്ന് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് പറയാം, HI ഐസോമോർഫിക് ടു H1 ആണെന്ന് പറയാം. അപ്പോൾ എന്താണ്, there are N-1/2 ഹാമിൽട്ടോണിയൻ എഡ്ജ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസ് എന്ന് പറഞ്ഞ് എനിക്ക് ഈ പ്രൂഫ് നിർത്താം.